ഞാൻ എഴുതിയിടും. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 10-21 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ്, ഇന്ന് ചോറ് വെക്കുന്ന ദിവസമായിരുന്നു, ചോറ് വെച്ചു. പിന്നെ സ്നാക്ക് ബോക്സ് ഉണ്ടാക്കും. അതായത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രി 9 മണിക്ക് ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്നലെ വെറൈറ്റി ആയിട്ട് ഒരു ചൈനീസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. ആൾ വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്, റിവ്യൂ ചോദിക്കാറുണ്ട്, കൊള്ളായിരുന്നോ കൊള്ളത്തില്ലെന്നുള്ളത്. ഹലോ ഗൈസ്, എന്നോണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ലഞ്ചും അതുപോലെ തന്നെ എൻ്റെ ഈവൻ റുട്ടീനുമാണ് വാവയായിട്ടുള്ള. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനത് മേരി. ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പെടുന്നത് വീഡിയോയിലോട്ട് പോകും. ആക്ച്വലി ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു, രാത്രി 9:30 കഴിഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ലഞ്ചിന് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിത് കഴിച്ച ദോശയാണ്, ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ദോശയാണ് ഉണ്ടാക്കിയത്. ഒരു സ്പെഷ്യൽ ദോശയാണ്, നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ദോശ ബാറ്റർ. ഇതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് മസൂർ ദാൽ എന്ന് പറഞ്ഞൊരു ദാലുണ്ട്. അത് രാത്രി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു 1 കപ്പ്. എന്നിട്ട് നമ്മൾ രാവിലെ ആയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ 3 വെളുത്തുള്ളി ചേർക്കും, ഉപ്പ് ചേർക്കും ആവശ്യത്തിന്, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പച്ചമുളക് ചേർത്തില്ല, കാരണം ഭാവയ്ക്കും കൂടെ ദോശയൊന്ന് കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു ആദ്യമായിട്ട്. പച്ചമുളക് ചേർക്കാണ്ട് ബാക്കിയെല്ലാം ചേർത്താണ് അരച്ചത്. അപ്പോൾ ഇത് ദോശ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുവാണ്. നല്ല ക്രിസ്പി ദോശ കിട്ടും കേട്ടോ. നമ്മൾ ഒരു രാത്രി കുതിർത്ത് വെക്കുന്നൊരു സംഭവം മാത്രമേ വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്യാരറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞ് പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളുടെ ദോശ ഇവിടെ ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദോശ കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നെയ്യൊക്കെ ഇട്ടുണ്ടാക്കിയ ദോശയാണ് കേട്ടോ. കുറച്ച് അല്പം നെയ്യ് മാത്രം ഇട്ടിട്ട് ദോശ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വാവയ്ക്കാണെങ്കിൽ ഞാൻ അല്ലാണ്ട് ദോശ ഒരെണ്ണം ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മളുടെ ദോശ 2 കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് വാവയുടെ ദോശ. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഉണ്ടാക്കിയപ്പോൾ. അതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ട് എനിക്ക് ദോശ ഉണ്ടാക്കിയത്. അവന് മധുരം ഉപ്പൊന്നും കൊടുക്കുന്നില്ല ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാനുള്ളത് പോർക്കാണ് കേട്ടോ. നല്ല പോർക്ക് ഡ്രൈ റോസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ മൈക്രോവേവിൽ പോർക്കാണെങ്കിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഭാവയ്ക്കാണെങ്കിൽ ഞാൻ ഡിന്നറിന് ഉണ്ടാക്കിയത് ചോറും ചെറുപയറും കൂടെ അരച്ചതാണ്. ചോറും ചെറുപയറും വേവിച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം രാത്രി അവന് ഇതായിരിക്കും കൊടുക്കുന്നത്. അത് ജസ്റ്റ് നമുക്ക് മൂടി വെക്കാം വൈകുന്നേരത്തേക്ക്. കാരണം എല്ലായ്പ്പോഴും നമുക്ക് കുക്കിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ പരിപാടിയൊക്കെ കുളമാകും. അപ്പോൾ ഇത് നമ്മുടെ പോർക്കാണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോവേവിൽ നിന്ന് എടുക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. ദോശയുടെ കൂട്ടത്തിൽ പോർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. ചമ്മന്തിനേക്കാളൊക്കെ ബെറ്ററാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മുടെ മിച്ചമുള്ള ബാറ്റർ മൂടി സേഫായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാളെ നമുക്ക് ഇത് തന്നെ ദോശ ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദോശയും നമ്മളുടെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈയും. വിശപ്പിൻ്റെ വീട് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കാര്യമായിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നെക്സ്റ്റ് ടൈം എന്തായാലും ഈ പോർക്ക് ഫ്രൈയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു, ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഇത് ഞാനൊരു ഇച്ചിരി ദോശയും നമ്മുടെ പോർക്കും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന നല്ല അൽവ കഷ്ണം പോലത്തെ പോർക്കാണ്. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കട്ടെ. ടേസ്റ്റ് എന്തായാലും കിടുവായിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം നെക്സ്റ്റ് ടൈം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനാണെങ്കിൽ വാവയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് വൈകുന്നേരം 9:30 കഴിഞ്ഞു. അവൻ ആക്ച്വലി ഇന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. സാധാരണ ഞാനൊരു 8-8:30 തന്നെ രാത്രിയിലത്തെ ഡിന്നർ കൊടുത്ത് തീർക്കാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി ആൾ ഉറങ്ങിപ്പോയതുകൊണ്ട്. അപ്പം നമുക്ക് കഴിക്കാം, സമയമായി. ഞാനാണെന്നുണ്ടെങ്കിൽ രാത്രി സാധാരണഗതിയിൽ 2 മുട്ട കഴിക്കാറുള്ളൂ. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട രാവിലെ പുഴുങ്ങി ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് രാത്രി ആകുമ്പം ഇത് കഴിച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്യും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് നമുക്കൊരു സംഭവം കൂടെ കഴിക്കാം. അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ എയർ ഫ്രയറിലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുതിയതായിട്ട് വാങ്ങിച്ച എയർ ഫ്രയർ ആണ്. കുറച്ച് നാളായിട്ടുള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ഗാർലിക് ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇന്നിപ്പം നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഗാർലിക് ബ്രെഡും കൂടെ ഡിന്നറിൽ കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം തുടങ്ങിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. വാവോടെ ബഹളം വെക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഗാർലിക് ബ്രെഡ് നല്ല ഇഷ്ടമാണ്.
ഹസ്ബൻഡൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഡിപ്പൊക്കെ കിട്ടി കഴിക്കാറുണ്ട്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡിപ്പൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം കഴിക്കുന്നുള്ളൂ, ഇതും മുട്ട കഴിക്കുന്നുള്ളൂ. ശബ്ദം നിങ്ങൾ കേൾക്കുന്നുള്ളൂ, നല്ല നല്ല ക്രിസ്പിയാണ്. നമുക്ക് മുട്ടകൾ കഴിക്കാം. ഞാൻ പണ്ടാണെങ്കിൽ ഈ മുട്ടയുടെ ഫാൻ അല്ലായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു മുട്ട. പക്ഷേ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബാബ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മുട്ടയൊക്കെ കഴിച്ചില്ലെങ്കിൽ ബാവയ്ക്ക് ഗ്രോത്ത് ഒക്കെ കുറവായിരിക്കും, പ്രോട്ടീനൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി എൻ്റെ പ്രഗ്നൻസി ടൈമിൽ മൊത്തം ഞാൻ വോമിറ്റിങ്ങിൻ്റെ എക്സ്ട്രീം ആയിരുന്നു. ഡെലിവറിയുടെ തലേദിവസം വരെ ഞാൻ വോമിറ്റ് ചെയ്തു, അത്ര സിവിയർ വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മുട്ടയൊക്കെ ഒട്ടും പറ്റില്ല. ഞാൻ ആഗ്രഹിക്കും ബാവയ്ക്ക് കിട്ടേണ്ടെന്ന് ഓർത്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പുഴുങ്ങാൻ വെച്ചാൽ പോലും ഞാൻ ഛർദ്ദിക്കുമായിരുന്നു കേട്ടോ, അത്ര സിവിയർ ആയിരുന്നു. പക്ഷേ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോഴും എന്നെ വില്ലനാക്കി ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുട്ട കഴിക്കണമെന്ന്. പക്ഷേ ബാവയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ എനിക്ക് ഓക്കെയാണ് കേട്ടോ, അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങിയതാണ് മുട്ട. പക്ഷേ ഇപ്പം എനിക്ക് മുട്ട കഴിക്കാൻ വലിയ പ്രശ്നമില്ല. പക്ഷെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാവയ്ക്ക് മുട്ട പറ്റത്തില്ല. അവന് മുട്ട കൊടുത്ത് തുടങ്ങി, ജസ്റ്റ് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുട്ട കൊടുത്ത് തുടങ്ങി. ചെറുതായിട്ട് ആദ്യം കൊടുത്തപ്പോൾ ഒരു ദിവസം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് കൊടുത്തപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ എപ്പം മുട്ട കൊടുത്താലും വാവയാണെങ്കിൽ ഛർദ്ദിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും വലിയ ആൾക്കാർ വൊമിറ്റ് ചെയ്യുന്ന പോലെ വൊമിറ്റ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, കാരണം അവൻ നല്ല വഴക്കാണ്. ഇതൊക്കെ കൊണ്ട് എനിക്ക് പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല, വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല, കാരണം അവൻ നല്ല വഴക്കായിരിക്കും കേട്ടോ. പിന്നെ ഒറ്റയ്ക്കല്ലേ നമ്മളുള്ളൂ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇത്രയും ഡിലേ വരുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു പോകണം, ഒരുപാട് കണ്ടൻസ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ പറയുന്നതൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ മുട്ടക്കുട്ടനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യട്ടെ. നേരത്തെയൊക്കെ ഞാൻ ഒരു കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊന്നും സമയമില്ല. ആക്ച്വലി നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല, രാത്രിപാട് ഞാൻ ഈ മുട്ട പൊളിച്ച് വായി വെച്ച് ഓടുകയാണ് ചെയ്യുന്നത്, കാരണം ആകുമ്പോൾ നല്ല വഴക്കായിരിക്കും രാത്രി സമയങ്ങളിൽ. എനിക്ക് തോന്നുന്നില്ല ഈ 2 ബ്രെഡ് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന്, കാരണം ആള് വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് കഴിച്ചില്ലേ? കുഞ്ഞാപ്പിക്ക് കഴിക്കാൻ പറ്റില്ല, കുഞ്ഞ് വൊമിറ്റ് ചെയ്യും. അവയാണെന്നുണ്ടെങ്കിൽ മുട്ട കൊടുത്തപ്പോഴൊക്കെ നന്നായിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈംസ് ഒരു 10-12 തവണയൊക്കെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം വോമിറ്റ് ചെയ്ത് ബൈൽ വരുന്നൊരു സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഉറങ്ങിപ്പോയിട്ട് ഉറക്കത്തിന് എന്നിട്ടൊക്കെ വോമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത്ര സിവിയറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അവന് മുട്ട ഒട്ടും കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് മോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് ഇവനോടുള്ള ഇഷ്ടം കൊണ്ട് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ചെറുതായിട്ട് ഇത് തൊട്ട് കൊടുത്തേ ഉള്ളൂ. പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞ് ഒരു 2 hours കഴിഞ്ഞപ്പോൾ വോമിറ്റിങ് തുടങ്ങി. രാത്രി ഒരു 1 മണി വരെ കൊച്ചു വോമിറ്റ് ചെയ്തു. പക്ഷെ അന്ന് പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു വോമിറ്റ് ചെയ്തത്. സാധാരണഗതിയിൽ അതിനേക്കാളൊക്കെ അപ്പുറം വോമിറ്റ് ചെയ്യും. അപ്പം നല്ല സങ്കടമുണ്ട് അവന് മുട്ട കൊടുക്കാൻ പറ്റാത്തതിലും. ഇനി ചിക്കൻ മീറ്റൊക്കെ നമുക്ക് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം, ഏതിനൊക്കെയാണ് പ്രശ്നമുള്ളതെന്ന് അറിയത്തില്ല. അപ്പം ഇനി നമുക്ക് എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഇവിടെ നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളുടെയൊക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആപ്പാടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ പ്രഗ്നന്റ് ആയപ്പോണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. അവനെ കൊണ്ടുപോയി ഉറക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്, വീക്ക്ലി പ്ലാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഞാനിത് ആക്ച്വലി കാണിച്ചിട്ടുണ്ട്, ടെമു ഹോളിന്റെ സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് മാഗ്നറ്റ് ആണ്, നമുക്കിങ്ങനെ ബാക്കിലെ മാഗ്നറ്റ് ആണ്, ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇരുന്നോളും.
അപ്പോൾ ഞാൻ ഈ മൺഡേ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ടാസ്കുകളൊക്കെ എഴുതി വെക്കാം. അപ്പോൾ അവരൊരു 2 മാർക്കർ തന്നിട്ടുണ്ട്, ബ്ലാക്കും ഉണ്ട് റെഡും ഉണ്ട്, ഒരു പിങ്ക് കളറിലാണിത്. അപ്പോൾ ഞാൻ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ടാസ്ക് എന്തൊക്കെ ചെയ്യാനുള്ളത് അത് എഴുതും. എന്നിട്ട് ചെയ്ത് കഴിയുമ്പോൾ അന്ന് രാത്രി ടിക്ക് ചെയ്യും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ടിക്ക് ചെയ്തിട്ട് ഔട്ട് ഓഫ് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു, അപ്പോൾ എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തോരം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. മൺഡേ ട്യൂസ്ഡേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെനസ്ഡേ, അതായത് ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ടിക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം എങ്ങനെയൊക്കെയാണെന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു റബ്ബ് ചെയ്യുന്നൊരു സംഭവത്തിൻ്റെ അറ്റത്ത് തന്നെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഈ ഒരു സംഭവം നമുക്കിങ്ങനെ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ബോർഡിൽ 2 സെഷൻ ഉണ്ട്, ടു ഡു ലിസ്റ്റും ഉണ്ട്, പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ ഇങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ മിക്കപ്പോഴും മറന്നു പോകാറുണ്ടല്ലോ. അപ്പോൾ ഞാനാണെങ്കിലും മറന്നു പോകാണ്ടിരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ ഇടാറുണ്ട്. അതാണ് ഈ ഡോണ്ട് ഫോർഗെറ്റിൽ. ടു ഡു ലിസ്റ്റിൽ ഞാൻ ഇപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല, ഇനി പോകെ നമുക്ക് ഓരോന്നൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മൺഡേ ട്യൂസ്ഡേ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെനസ്ഡേ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ടാസ്ക് കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പം കോഫി, അത് രാവിലെ ഞാനാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ബെഡ് കോഫി കൊടുക്കാറുണ്ട്, അപ്പം അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറ് വെക്കുന്ന ദിവസമായിരുന്നു. ആക്ച്വലി നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ ചോറ് വെച്ചാൽ ഇന്ന് ചോറ് വെക്കണ്ട, നാളെ ചോറ് വെക്കണം. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് അരി ഇടാറുള്ളൂ, ഞാൻ കഴിക്കാറില്ല, അപ്പോൾ ഹസ്ബൻഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഡെയിലി വെച്ചിട്ടിരുന്നതാണ്, ഇപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിടും. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 10-21 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ്, ഇന്ന് ചോറ് വെക്കുന്ന ദിവസമായിരുന്നു, ചോറ് വെച്ചു. പിന്നെ സ്നാക്ക് ബോക്സ് ഉണ്ടാക്കും, അതായത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രി 9 മണിക്ക് ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്നലെ വെറൈറ്റി ആയിട്ട് ഒരു ചൈനീസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. ആൾ വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്, റിവ്യൂ ചോദിക്കാറുണ്ട്, കൊള്ളായിരുന്നോ കൊള്ളത്തില്ലെന്നുള്ളത്. പൊതുവെ നല്ലതായിരിക്കും, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്നാക്ക് ബോക്സ് എന്തായാലും കൊടുത്തു വിട്ടു. ഇന്ന് നമുക്ക് ദോശയായിരുന്നല്ലോ, ദോശ ബാറ്റർ ഉണ്ടാക്കണമായിരുന്നു, ദോശ ഉണ്ടാക്കി. പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ ഷൂട്ടിംഗ്, ഇനി അത് എഡിറ്റ് ചെയ്യണം. പിന്നെ മെസ്സേജസ്, മെയിൽസ്, റിപ്ലൈസ്. ഞാൻ കുറച്ച് നാളായിട്ട് മെയിൽസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് എനിക്ക് മെന്റലി ഞാൻ കുറച്ച് വീക്കായിരുന്നു, കാരണം വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അകപ്പാട് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിപ്ലൈസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ടിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഭാവിക്ക് ഫുഡ് കൊടുക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അവനുള്ള ഫുഡ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരുഹൃദയ വണക്കം ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്, നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കുക, പ്രാർത്ഥനയായിട്ട് ഇടാറുണ്ട്. അപ്പോൾ അത്, പിന്നെ ഇൻസ്റ്റഗ്രാം റീല് പോസ്റ്റ് ചെയ്യുന്ന കാര്യം അത് ഞാൻ ചെയ്തായിരുന്നു ഇന്ന്. പിന്നെ റോസറീസ് എനിക്ക് പെൻഡിങ് ആയിട്ട് കുറച്ചുണ്ടായിരുന്നു, അപ്പം അത് ഞാൻ പെൻഡിങ് ചെയ്ത് തീർത്തിട്ടുണ്ട്. എനിക്കിനി ഇന്നത്തെ കൂടെ ചെല്ലാനുണ്ട്. ഇനി ഡ്രൈവിങ് ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്, ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇനി ഇമ്പ്രൂവ് ചെയ്ത് എടുക്കണം. 2 മാസത്തിനുള്ളിൽ നമുക്ക് ഡ്രൈവിംഗ് റെഡിയാക്കി ഇല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിന്റെ ഹോസ്പിറ്റലിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമില്ല, ഡ്രൈവ് ചെയ്ത് തന്നെ പോകണം. പാവം നല്ല ബഹളമാണ് കേട്ടോ, ഇതൊക്കെ കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ എനിക്ക് ഹോളി മാസ് പള്ളിയിൽ പോയിട്ട് ഇപ്പൊ കൂടാൻ പറ്റത്തില്ല വാവുള്ളതുകൊണ്ട്. പിന്നെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരത്തിൽ പള്ളിയില്ല, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം, ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഓൺലൈൻ മാസമാണ് വീക്ക് ഡേയ്സിൽ കൂടുന്നത്, വീക്കെൻഡ്സിലാണ് ഞാൻ പള്ളിയിൽ പോയിട്ട് കുർബാന കൂടുന്നത്. അപ്പൊ ഞാൻ കുർബാന കൂടിയായിരുന്നു കേട്ടോ ഓൺലൈന്. പിന്നെ പേഴ്സണൽ പ്രെയർ ഞാൻ ഇന്നത്തെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഡയറി എഴുതുന്നൊരു ശീലമുണ്ട്. അപ്പൊ ഡയറി എന്തായാലും എനിക്ക് ഇന്നത്തെ എഴുതണം. ഇന്നലത്തെ കുറച്ച് പെൻഡിങ് ആയി പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്നത്തെയും കൂടെ നമുക്ക് എഴുതണം. അപ്പൊ ഞാൻ ടിക്ക് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ടാസ്കിന് ഒരു ബുക്കുണ്ട്, ഇതുപോലെ തന്നെ ബുക്കിൽ എഴുതുന്നുണ്ട് ഞാൻ, അപ്പൊ അത് എഴുതാനുണ്ട്, അപ്പൊ ഞാൻ ടിക്ക് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് എന്റെ വാവക്കൂട്ട ഒന്നും ഇണ്ടായിരിക്കണം ചക്കരെ, എന്റെ തോന്നണ്ട പൊന്നെ ഇത്. പിന്നെ നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കുന്ന ഒരു ടാസ്ക് ഉണ്ട്, പക്ഷെ അത് ഇന്ന് ചെയ്തിട്ടില്ല. ഇനി ഇവനൊന്ന് ഉറങ്ങിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, 2 ദിവസമായിട്ട് ത്രെഡിങ് ഞാൻ എഴുതുന്നുണ്ട്. ത്രെഡിങ് ജസ്റ്റ് തുടങ്ങി നോക്കുമ്പോൾ തന്നെ ഞാൻ കരച്ചിലാവും, നിർത്തും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും ത്രെഡിങ് പെൻഡിങ് ആണ്. പിന്നെ ഞാനൊരു ബുക്ക് വായിക്കുന്നുണ്ട് ഇപ്പം, ആ ബുക്ക് കിട്ടിയിട്ട് 4-5 വർഷമായി, പക്ഷെ സാഹചര്യങ്ങൾ കാരണം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു റീഡിങ് ഹാബിറ്റ് നന്നായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ ഹസ്ബൻഡിന് കോഫി ചൂടാക്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതും കൂടെ ബാലൻസ് തന്നെ പോകുന്നത്. പയ്യെ എക്സസൈസിന്റെ ടൈം ലിമിറ്റ് ഒക്കെ നമുക്ക് കൂട്ടി കൊണ്ടുവരണം. വെയിറ്റ് ഗെയിൻ നല്ലപോലെ ഉണ്ട്, കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. ഓക്കെ, നമ്മൾ ഒരു ദിവസം നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് വീക്ക്ലി പ്ലാനറിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങള്.
ഇനി ഓരോന്നൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളിൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. നമ്മൾ എന്തോരം ചെയ്യുന്നു അതിനനുസരിച്ച് പൊന്നേ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അമ്മ. നമ്മൾ എന്തോരം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ സെൽഫ് സ്കില്ല്. അപ്പൊ ഇതായിരുന്നു എൻ്റെ വീക്ക്ലി പ്ലാനർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഗൈസ് അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കണ്ട ബെല്ലൈക്കൺ ടാപ്പ് ചെയ്തടിച്ച് പൊട്ടിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.